Hi everyone, we are in rapid revision of biology for your +1 improvement examination. So welcome to the zoology chapter. +1 വളരെ പ്രധാനപ്പെട്ട ഒരു zoology chapterലേക്ക് സ്വാഗതം. That chapter is biomolecule. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾ. അപ്പോൾ ബയോമോളിക്യൂൾ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്നറിയാം. ഡെഫിനിഷൻ സാധാരണ ചോദിക്കാറില്ല എങ്കിലും ബയോമോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾ ദ കാർബൺ കോമ്പൗണ്ട്സ് ദാറ്റ് വി ഒബ്റ്റെയിൻ ഫ്രം എ ലിവിങ് ടിഷ്യൂ. ഒരു ലിവിങ് ടിഷ്യൂ എന്ന് കിട്ടുന്ന ഓൾ ദ കാർബൺ കോമ്പൗണ്ട്സ്. ബിക്കോസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്കറിയാം ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റുമായിട്ട് ഒരു എർത്തിൻ്റെ ക്രസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ലിവിങ് ബോഡിയിൽ റിലേറ്റീവ് പെർസെൻറ്റേജ് കാർബൺ കൂടുതലാണ്. So all the carbon compounds that we obtain from a living tissue is biomolecule. അപ്പോൾ നമ്മളത് അനലൈസ് ചെയ്യാൻ നമ്മളൊരു ആസിഡ് ടെസ്റ്റ് നടത്തും അല്ലേ. ഒരു ലിവിങ് ടിഷ്യൂ എടുത്തിട്ട് ട്രൈക്ലോറോ ആസിറ്റിക് ആസിഡിൽ ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷൻ കിട്ടും, ഒരു ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ കിട്ടും. അത് നമ്മൾ കെമിക്കൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓൾ ആർ ബയോമോളിക്യൂൾസ് ആണ്. ഈ ആസിഡ് സൊല്യൂബിൾ പൂളിൽ നമുക്ക് സിമ്പിൾ സൈറ്റോപ്ലാസ്മിക് കോമ്പണൻസ് കിട്ടും. അമിനോ ആസിഡ്സ്, സിമ്പിൾ ഷുഗേഴ്സ്, ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്. എന്നാൽ ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷനിൽ നമുക്ക് കോംപ്ലക്സ് മോളിക്യൂൾസ് കിട്ടും. ഏതൊക്കെയാണ്? പോളിസാക്കറൈഡ്, കാർബോഹൈഡ്രേറ്റ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ, പോളിന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിക് ആസിഡ് പ്ലസ് ഫാറ്റ്. പക്ഷെ നിങ്ങൾ ബയോമോളിക്യൂൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ബയോ മൈക്രോ മോളിക്യൂൾസും ബയോ മാക്രോ മോളിക്യൂൾസും. മൈക്രോ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ മോളിക്യൂൾസ് their molecular weight is less than 1000 Dalton. 1000 Dalton കുറവുള്ളത് യൂഷ്വലി എവിടെ കാണും? ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷനിൽ കാണും. അപ്പം അമിനോ ആസിഡ്സ്, സിമ്പിൾ ഷുഗേഴ്സ് ഇൻക്ലൂഡിങ് ഫാറ്റ് ആസിഡ് സൊല്യൂബിൾ ഇൻസൊല്യൂബിൾ ഫ്രാക്ഷനിലാണെങ്കിൽ പോലും ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് ഈസ് മൈക്രോ മോളിക്യൂൾ ആണ്. ബിക്കോസ് ഇറ്റ്സ് മോളിക്കുലർ വെയിറ്റ് ഈസ് ലെസ് ദാൻ 800 Dalton ആണ്. ബാക്കി പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് എല്ലാം അവയുടെ മോളിക്കുലർ വെയിറ്റ് മോർ ദാൻ 10,000 Dalton ആണ്. സോ ദേ ഓൾ ആർ പോളിമേഴ്സുമാണ്. അവ മാക്രോ മോളിക്യൂൾ. അപ്പോൾ ഇതാണ് ആദ്യ ഭാഗം. പിന്നെ നമുക്കതിൽ പ്രൈമറി സെക്കൻഡറി മെറ്റബോളൈറ്റുകൾ പഠിക്കാനുണ്ട് അല്ലേ. പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസിലും കാണും. ബിക്കോസ് ദാറ്റ് മോളിക്യൂൾ ഹാവ് എ ഡയറക്റ്റ് റോൾ ഇൻ ദ നോർമൽ ഫിസിയോളജി ഓഫ് ഓർഗാനിസം. ആ ഓർഗാനിസത്തിൻ്റെ നോർമൽ ഫിസിയോളജിയിൽ ഡയറക്റ്റ് റോൾ ഉള്ളത്. എക്സാമ്പിൾ അമിനോ ആസിഡ്സ്, ഷുഗേഴ്സ്, ന്യൂക്ലിക് ആസിഡ്സ് എല്ലാം. എന്നാൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എവിടെ കാണുന്നില്ല? അനിമൽസിൽ ആബ്സെൻ്റ് ആണ്. ദേ ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ്സിൽ കാണും, മൈക്രോബ്സിലും കാണും. എക്സാമ്പിൾ ഗം, റെസിൻസ്, ആൽക്കലോയിഡ്സ്, പിഗ്മെൻറ്റ്സ് എല്ലാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്കതിലെ മൈക്രോ മോളിക്യൂൾസിൽ അമിനോ ആസിഡ്സ് പഠിക്കാനുണ്ട്, ഫാറ്റി ആസിഡ്സ് പഠിക്കാനുണ്ട്, ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസസ് ഉണ്ട്, ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്. പിന്നെ മാക്രോ മോളിക്യൂൾസിൽ പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഉണ്ട്, ടൈപ്സ് ഓഫ് പ്രോട്ടീൻ, ദെൻ പോളിസാക്കറൈഡ് ഉണ്ട്. പിന്നെ ന്യൂക്ലിക് ആസിഡ് എന്താണെന്ന് ബ്രീഫായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ ലാസ്റ്റ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻസൈംസ് ആണ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എൻസൈം എന്താണ് ചെയ്യുന്നത്? റോൾ ഓഫ് ആൻ എൻസൈം, അതുപോലെ തന്നെ എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ, നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ, ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ഇൻഹിബിഷൻ. ദ ലാസ്റ്റ് എൻസൈമിൻ്റെ കോമ്പണൻസ്. ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ? അതിലൊരു പ്രോട്ടീൻ പാർട്ട് ഉണ്ടായിരിക്കും. ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം ഈസ് കാൾഡ് അപ്പോ എൻസൈം. ഗുഡ്. അതിനൊരു നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടായിരിക്കും. ഏതാ നോൺ പ്രോട്ടീൻ പാർട്ട്? യെസ്, കോഫാക്ട്. ഈ കോഫാക്ടർ 3 ആയിട്ട് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈം, ദെൻ മെറ്റൽ അയോൺ. എന്താണ് ഈ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് മീൻസ് ഓർഗാനിക് കോമ്പൗണ്ട് ദേ ടൈറ്റ്ലി ബൗണ്ട് ടു പ്രോട്ടീൻ പാർട്ട്, അപ്പോ എൻസൈം. അപ്പോ എൻസൈമായിട്ട് ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. എക്സാമ്പിൾ ഹീം പറയുന്നു. ഹീം ഈസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഇൻ എൻസൈം പെറോക്സിഡേസ്, കാറ്റലേസ്. രണ്ട് കോഎൻസൈം. എന്താണ് ഈ കോഎൻസൈം? കോഎൻസൈംസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. They bound to apo enzyme transiently. Transient binding ആണ്, താൽക്കാലികമായിട്ട്. എക്സാമ്പിൾ പറയുന്നു NAD, NADP. ഈ കോഎൻസൈംസിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് വൈറ്റമിൻസ്. ഫോർ എക്സാമ്പിൾ പറയുന്നു വൈറ്റമിൻ നിയാസിൻ ഇസ് എ കോമ്പണന്റ് ഓഫ് NAD, NADP. ആൻഡ് ദ ലാസ്റ്റ് വൺ മെറ്റൽ അയോൺ. മെറ്റൽ അയോൺ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് സിങ്ക് ആണ്, Zn2+ ions. Zinc ion is the metal ion that is the cofactor in enzyme carboxypeptidase. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു ബ്രീഫ് ഔട്ട്. അപ്പോൾ നമുക്കിനി മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് വേഗം പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, എൻസൈം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് കമന്റ്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ എൻസൈം ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എന്താ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് കമന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതണം
the graph shows, അങ്ങനെ തന്നെ എഴുതണം, the graph shows effect of temperature on enzyme action. അതാണ് ആദ്യം എഴുതുന്നത്, ഗ്രാഫ് ഷോസ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ എൻസൈം ആക്ഷൻ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം എന്ത്, an enzyme shows its maximum activity at a temperature called optimum temperature. അതാണ് അപ്പോൾ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതുന്നത്, enzyme shows its maximum activity at a temperature called optimum temperature. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. ഹ്യൂമൻ ബോഡിയൊക്കെ എടുത്താൽ 37 ആണ് നമ്മുടെ ഓപ്റ്റിമം ലെവൽ. എബവ് ഓപ്റ്റിമൽ ലെവൽ എൻസൈം ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു, ബിലോ ഓപ്റ്റിമൽ ലെവൽ എൻസൈം ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്, an enzyme shows its maximum activity at optimum temperature above the optimum level. Above or below ഒരുമിച്ച് എഴുതാം, above or below the optimum level enzyme activity decreases. അതുകൊണ്ട് എഴുതി വെക്കണം. എന്താണ് ഇതിന് കാരണം നമുക്കറിയാം, above the optimum temperature enzyme become denatured, protein part denatured ആവും. Below the optimum level enzyme become inactive. ഇതങ്ങനെ 2 പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ you got full mark, you got a 2 mark question. Clear? And we can move to the next question. ഇതേപോലെ തന്നെയാണ് പി എച്ച് എഴുതേണ്ടത്. ഇപ്പോൾ ടെമ്പറേച്ചർ മാറ്റി ഇവിടെ പി എച്ച് എന്നിട്ടാലും സെയിം തിങ്. An enzyme shows its maximum activity at optimum pH. Above or below the optimum level enzyme activity decreases. അല്ലേ? ഇനി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട്, അതേപോലെ ചോദ്യം വരുമ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെയിം എ പ്രോട്ടീൻ ദാറ്റ് ഇനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. ടെക്സ്റ്റ് ബുക്കിൽ ചാർട്ടായിട്ട് എൻ്റെ കൊടുത്തിട്ടല്ലേ, പേജ് നമ്പർ 147 നിങ്ങൾക്ക് കാണാം പ്രോട്ടീനിൻ്റെ ഫംഗ്ഷൻ, പ്രോട്ടീനിൻ്റെ എക്സാമ്പിളും അതിൻ്റെ ഫംഗ്ഷനും. അവിടെ പറയുന്നത്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എനേബിൾ എ പ്രോട്ടീൻ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന പ്രോട്ടീൻ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് സഹായിക്കുന്ന പ്രോട്ടീനാണ് GLUT4, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് 4, GLUT4. ആൻസർ കിട്ടി, ഒറ്റ സ്കോറിൻ്റെ ക്വസ്റ്റ്യൻ. അവിടെ ഏതൊക്കെ വേറെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഇവിടെ എക്സാമ്പിൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നു കൊളാജൻ പറഞ്ഞിട്ടുണ്ട്. കൊളാജന്റെ ഫംഗ്ഷൻ എന്താ, കൊളാജൻ ഗ്രൗണ്ട് സബ്സ്റ്റന്റ് ആണ്, ഇന്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റന്റ്, മാട്രിക്സിൽ കാണും. ഈ കൊളാജന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ, എന്താണ്, കൊളാജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ കിങ്ഡം. ആനിമൽ വേൾഡിൽ കാണുന്ന മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ. എന്നാ ചോദിക്കട്ടെ, പ്ലാന്റ് കിങ്ഡത്തിലോ? യെസ്, പ്ലാന്റ് കിങ്ഡത്തിൽ കാണുന്ന മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ആണ് റുബിസ്കോ. റുബിസ്കോ ആണ് റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്, റുബിസ്കോ. ടോട്ടൽ ബയോസ്ഫിയറിലും റുബിസ്കോ ആണ് മോസ്റ്റ് അബണ്ടന്റ്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു ട്രിപ്സിൻ. ട്രിപ്സിൻ ഒരു എൻസൈമാണ്. ഇൻസുലിൻ ഒരു ഹോർമോൺ ആണ്, അല്ലേ? പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു ആന്റിബോഡി ഫൈറ്റ് അഗെയിൻസ്റ്റ് പാത്തോജൻ. പിന്നെ റിസപ്റ്റർ, സെൻസർ റിസപ്റ്റർ, ടേസ്റ്റ് റിസപ്റ്റർ, സ്മെൽ റിസപ്റ്റർ, ഹോർമോൺ റിസപ്റ്റർ, ഇതൊക്കെ പ്രോട്ടീൻസ് ആണ്. ഇതാണ് ആ ഭാഗത്ത് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ, നെയിം ദ പ്രോട്ടീൻ ദാറ്റ് എനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്, GLUT4 ആണ്. അപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഒബ്സർവ് ദ ഫോളോയിങ് ഇക്വേഷൻ. അഗെയിൻ അത് കാണുമ്പോഴേ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, E+S എന്താ, എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഗീവ്സ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. നാച്ചുറൽ ഓഫ് എൻസൈം ആക്ഷൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ടത് ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഒരു അസ്ഥിരമായ കോംപ്ലക്സ് ആണ്, അല്ലേ? അത് ഉടൻ തന്നെ എന്തായി മാറും, എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആവും. EP എന്ന് വെച്ചാൽ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്. അതിൽ നിന്നും എൻസൈം പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യും, എൻസൈം ഫ്രീ ആവും. ആ ഫ്രീ എൻസൈം വീണ്ടും റിയാക്ഷനിൽ പങ്കെടുക്കും. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട റിയാക്ഷൻ. അപ്പോൾ ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ ദ കാറ്റലിറ്റിക് സൈക്കിൾ ഓഫ് ദ എൻസൈം ഓൺ ദ ബേസിസ് ഓഫ് ദ എബവ് ഇക്വേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ 4 പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, പോയിന്റ് വൈസ് ആയിട്ട് തന്നെ എഴുതണം. ആദ്യത്തെ പോയിന്റ് എന്താണ്, an enzyme bind to the active, a substrate bind to the active site of an enzyme. നമുക്കറിയാം ഒരു എൻസൈമിന് ഒരു ആക്റ്റീവ് സൈറ്റ് നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ വരയ്ക്കാം, ഒരു ലോക്ക് ആൻഡ് കീ പോലെ വരയ്ക്കാം. ഇത് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് ആണ്, അതിലേക്ക് സബ്സ്ട്രേറ്റിന്റെ ബൈൻഡിങ് സൈറ്റ് ബൈൻഡ് ചെയ്യും, അല്ലേ? അപ്പോൾ ഒരു സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ അതാണ് ആദ്യമായിട്ട് a specific substrate bind to the active site of enzyme and fitting it to it. Second point, when the substrate bind to the active site of enzyme, that binding, the binding of the substrate, second point, induce the enzyme to alter its shape. ആ സബ്സ്ട്രേറ്റിന്റെ ബൈൻഡിങ് ആ എൻസൈമിന്റെ ഷേപ്പിനെ ഒന്ന് ആൾട്ടർ ചെയ്യാൻ വേണ്ടി ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ എൻസൈമിന്റെ ഷേപ്പ് ഒന്ന് ആൾട്ടർ ചെയ്യും, ആൻഡ് the binding become more tight. ആ ബൈൻഡിങ് കൂടുതൽ ടൈറ്റ് ആവും. Third point, as the binding become more tight,
ആ ബൈൻഡിങ് നല്ല ക്ലോസ് പ്രോക്സിമിറ്റിയിലാകുമ്പോൾ ആസ് ദ ബൈൻഡിങ് ബിക്കം മോർ ടൈറ്റ് സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഇറ്റ്സ് ബോണ്ട്. ആ സബ്സ്ട്രേറ്റിന്റെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യപ്പെടും. ഫോർത്ത് പോയിന്റ്, സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഇറ്റ്സ് ബോണ്ട്. എന്താ സബ്സ്ട്രേറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ടത് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയി മാറുന്നു. ലാസ്റ്റ് പോയിന്റ്, എൻസൈം റിലീസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ദ ഫ്രീ എൻസൈം ഗോ ബാക്ക് ടു റിയാക്ഷൻ. അപ്പൊ ഇങ്ങനെ 4 പോയിന്റ് ആയിട്ട്. അപ്പൊ എനിക്ക് എഴുതേണ്ടത് ഫസ്റ്റ് പോയിന്റ് an enzyme, ആദ്യത്തെ പോയിന്റ് എന്താ എഴുതേണ്ടത്, an enzyme, a substrate bind to the active site of enzyme and fitting into it. Second, the binding of the substrate induce the enzyme to alter its shape. Okay, so third, binding എന്താവും, alter shape ആവും, binding so tight ആവും, the close proximity will the substrate now in close proximity of enzyme and substrate break it bonds. Fourth point, enzyme release the product and the free enzyme turn back to reaction. Understood? അപ്പോൾ നമുക്ക് അടുത്ത് ബി ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് any 2 factors affecting enzyme. അപ്പോൾ ബി ഓപ്ഷൻ എന്ത് എഴുതണം, ഇതാണ് ഇപ്പോൾ നമ്മൾ എ എഴുതി, ബി എഴുതണം 2 factors enzyme action. അപ്പോൾ എന്ത് എഴുതേണ്ടത്, ടെമ്പറേച്ചർ എഴുതാം, പിന്നെ എന്ത് എഴുതാം, പി എച്ച് എഴുതാം, വേണമെങ്കിൽ പ്ലസ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും എഴുതാം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കൂടി പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൺ ബിലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്രാഫ്. ഈ ഗ്രാഫ് കാണുമ്പോഴേ അറിയാം നിങ്ങൾക്ക് ഇത് എന്തിനെ കുറിക്കുന്ന ഗ്രാഫാണ്. യെസ്, ദിസ് ഗ്രാഫ് റെപ്രസെന്റ് കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയുടെ കൺസെപ്റ്റ് ആണ് കൊടുക്കുന്നത്. What is this activation energy? Activation energy is the difference in energy level of the substrate to that of its transition state. Average energy content of the substrate in the average energy content il ninnum transition state like ettunnadinulla energy difference neയാണ് എന്ത് വിളിക്കുന്നത്, activation energy. Activation energy is the average energy content of the substrate to that of its transition state. നമുക്കറിയാം ഒരു എൻസൈമിന്റെ റോൾ എന്താണ്. ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാം. ദിസ് ഈസ് ഷോസ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. വിത്തൗട്ട് എൻസൈം ആക്ടിവേഷൻ എനർജി വളരെ കൂടുതലാണ്, നിങ്ങൾക്ക് അറിയുന്ന ഗ്രാഫാണ്. എന്നാൽ എൻസൈം ആഡ് ചെയ്യുമ്പോഴോ ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം ആക്ടിവേഷൻ എനർജി കുറവാണ്. അപ്പൊ എൻസൈമിന്റെ റോൾ എന്താണ്? ആൻ എൻസൈം റിഡ്യൂസ് ഓർ ലോവർ ദ ആക്ടിവേഷൻ എനർജി ലെവൽ. സോ ആക്ടിവേഷൻ എനർജി കുറയ്ക്കും. അപ്പൊ എൻസൈം ആഡ് ചെയ്യുമ്പോൾ എൻസൈം റിഡ്യൂസ് or lower the activation energy level, so substrate easily attain transition state. എന്നിട്ടത് പ്രൊഡക്റ്റിലേക്ക് മാറും. അപ്പൊ ചോദ്യം ഇതാണ്, ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൺ ബിലോ. ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ ഗ്രാഫ്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ആദ്യം എഴുതണം. ദ ഗ്രാഫ് റെപ്രസെന്റ്, ഇതാണ്. അപ്പൊ എ എഴുതണം, ദ ഗ്രാഫ് റെപ്രസെന്റ് the concept of activation energy. രണ്ട്, mention the role of enzyme in this process. അപ്പൊ ബി എന്താണ്, എന്താ എൻസൈം ചെയ്യുന്നത്, റോൾ എഴുതണം. റോൾ ഓഫ് എൻസൈം പറഞ്ഞു, എൻസൈം ലോവർ അല്ലെങ്കിൽ റെഡ്യൂസ് എന്ന് എഴുതാം. ലോവർ ഓർ റെഡ്യൂസ് ദ ആക്ടിവേഷൻ എനർജി ലെവൽ. എൻസൈം ലോവർ ദ ആക്ടിവേഷൻ എനർജി ലെവൽ. മതി, ബസ് തീർന്നു. വേണമെങ്കിൽ കണ്ടിന്യൂഷൻ. റെഡ്യൂസ് ദ ആക്ടിവേഷൻ എനർജി ലെവൽ സോ the substrate can easily attain the transition state and the product easily formed. Understand? നല്ല ചോദ്യമാണ്. അപ്പം ഇത്തരം ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല ആത്മവിശ്വാസത്തോടു കൂടി വേണം ബയോമോളിക്യൂൾ എക്സാം എഴുതാൻ. സോ ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ ലിസണിങ് മീ.